വെണ്ടക്കുരുവാണ്. ഈ വെണ്ടക്കുരു കൊണ്ടുവന്ന ആരുടെ വീട്ടിൽ നിന്നാണ്? കൃഷ്ണരായൻ്റെ വീട്ടിൽ നിന്നാണ്. ആരോഗ്യമില്ലാതെ കൊഴിഞ്ഞ് ഗ്രഹണി പിടിച്ചിരിക്കുന്ന വെണ്ടക്കയിൽ നിന്നുണ്ടായ ആരോഗ്യമില്ലാത്ത, കാണാൻ കൊള്ളാത്ത, ചതഞ്ഞതും ചിളങ്ങിയതുമായ ഉണങ്ങിയ വെണ്ടക്കുരുകളാണ് കൃഷ്ണരാജ് കൊടുത്തത്. കാരണം അവർ കൃഷിയിൽ അത്ര താല്പര്യമുള്ളവരല്ല. ഒന്നുമില്ലാത്ത ഭേദമല്ലേ എന്ന് കരുതി ആ വെണ്ടക്കുരു കൊണ്ടെന്ന് മിസ്റ്റർ പിള്ളച്ചേട്ടൻ താഴെ സിമെൻ്റ് ഇട്ടിട്ട്, സിമെൻ്റ് പഴയ കെട്ടിടം പൊളിച്ച സിമെൻറ്റും കല്ലും ഒക്കെ ഇട്ടുന്നതിൻ്റെ മീതെ കുറച്ച് മണ്ണ് തൂവിയിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് വെണ്ട നട്ടു. ഇവിടെ എന്ത് പറ്റി? വെണ്ടക്കുരുവും മോശമാണ്, വിതയ്ക്കാൻ ഉപയോഗിച്ച പാടവും മോശമാണ്. വ്യാസൻ പറയുന്നു. ആരാണ് വ്യാസൻ? മഹാപണ്ഡിതൻ, അതീന്ദ്രിയ ജ്ഞാനക്കാരൻ, യോഗിമയൻ, വേദങ്ങളെ വ്യസിച്ചവൻ, ബ്രഹ്മസൂത്രൻ രചിച്ചവൻ, പുരാണ ഇതിഹാസങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാള്. അത്രയും ജ്ഞാനമുള്ള വ്യാസന് പോലും ഉണ്ടായ കുട്ടികളിൽ ഒന്ന് കുരുടനും മറ്റൊന്ന് പാണ്ഡനുമായി പോയി. അവിടെ ഈ പാണ്ഡുരോഗം എന്ന് പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയണത്, പാണ്ഡുരോഗം, പാണ്ഡു എന്ന് പറയുമ്പോൾ നമ്മൾ പാണ്ടുള്ളത് കൊണ്ടാണല്ലോ പാണ്ഡു എന്ന് വിളിച്ചു വരും. ശരിക്കും പാണ്ടല്ല അത് ശരീരത്തിൽ ബ്ലഡിനുണ്ടാകുന്ന ഒരു രാസപരിണാമം കൊണ്ടുണ്ടാകുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. ഇപ്പോൾ പാണ്ഡു എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുറ വിചാരിക്കുന്നത് അയാൾ മുഴുവൻ പാണ്ഡനായിരിക്കും. പാണ്ടല്ല അത്. പാണ്ഡന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പാണ്ടല്ല. പക്ഷെ പാണ്ടാണെന്ന് പറയുന്ന ആചാര്യന്മാരുണ്ട്. അതുപോട്ടെ, ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അത് പാണ്ടുള്ളതല്ല എന്നാണ് പല ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു മാനസിക ഈ ബ്ലഡിലുണ്ടാകുന്ന ഒരു മാലിന്യം ഉണ്ടാകുന്ന ഒരു പ്രത്യേക ശരീരഭാവത്തെയാണ്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കാണാൻ നല്ല വെളുവിളാന്നിങ്ങനെ ഇരിക്കുന്ന, ചുകചുകാന്നിരിക്കുന്ന ആളുകൾ. എനിക്ക് അങ്ങനെ അധ്യാപക വാരമുള്ള സാറ് എന്നെ മലയാളം പഠിപ്പിച്ചത് 7ാം ക്ലാസ്സിൽ. അദ്ദേഹം അങ്ങനെ മുഴുവനും ഇങ്ങനെ ചുമന്ന് ഈ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതാണ് എന്തായാലും. അപ്പോൾ വ്യാസനെ പോലെ പണ്ഡിതനായിട്ടുള്ള, വലിയ യോഗിയായിട്ടുള്ള, സർവജ്ഞാനിയായിട്ടുള്ള, വേദങ്ങൾ വ്യസിച്ചിട്ടുള്ള, ബ്രഹ്മസൂത്രം രചിച്ചിട്ടുള്ള, പുരാണ ഇതിഹാസങ്ങൾ വ്യാഖ്യാനിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള മഹാപണ്ഡിതനായ വ്യാസന് പൊട്ടന്മാരായ 2 കുട്ടികളുണ്ടായി. വ്യാസൻ അതിൻ്റെ കാരണം അമ്മയോട് പറഞ്ഞില്ല. അവരോട് ചെയ്ത പാതകത്തിൻ്റെ പ്രതികാരം, വാഞ്ച കെട്ടടങ്ങി, കോപം മുഴുവനും അടങ്ങി, മനസ്സ് ശാന്തമാകുമ്പോൾ, സ്വച്ഛന്തമാകുമ്പോൾ, സ്നേഹത്തിൻ്റെ നെയ്ത്തിരി അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവരുമായിട്ട് സംഗമിച്ചാൽ ഈ മഹാജ്ഞാനിക്ക് ഈ ഒരു ഗതികേട് വരുമായിരുന്നില്ല. അത് മനഃശാസ്ത്രമാണ് നിനക്കത്. വ്യാസൻ എൻറ്റയർ മാനവ സമുദായത്തെ, ലോകത്തെ മുഴുവനും ഒന്ന് തിരിച്ചു നിർത്തുകയാണ് നിങ്ങളുടെ മുമ്പിൽ, സ്വന്തം കഥ പറഞ്ഞുകൊണ്ട്. കാരണം കഥ അവിടെ തുടങ്ങുന്നത്, മഹാഭാരത തുടങ്ങുന്നത് ശന്തനു മഹാരാജാവിൽ നിന്ന് തുടങ്ങുന്നത്. ആ തുടക്കം എങ്ങനെയാണ്? പരാശര മഹർഷിയിൽ നിന്ന് പിന്നെ ഈ ജന്മമെടുക്കുന്നതും സത്യവതിയുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം ചില ആളുകൾ, ഇപ്പം നമ്മൾ പറയാം, ഇന്നലെ എൻ്റെ മകൻ ചോദിച്ചു സത്യവതി മുക്കുവത്തിയല്ലേ എന്ന്. അല്ല, സത്യവതി മുക്കുവത്തിയല്ല. സത്യവതി തികഞ്ഞ ബ്രാഹ്മണനായ ഒരു രാജാവിൻ്റെ മകളാണ്. ആ രാജാവിൻ്റെ ബീജം, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞാൽ ഇന്ന് ആ കഥ മാത്രമേ എടുക്കുള്ളൂ. ആ രാജാവിൻ്റെ ബീജം ഒരു ഘട്ടത്തിൽ ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്ന് പറ്റൂ. ആ മത്സ്യം ഗർഭിണിയായി. അപ്പോൾ ബീജം ആരുടെയാണ്? ശരിക്കും ഉന്നത കുലജാതനായ ഒരാളുടെ ബീജമാണത്. ബീജം വന്ന് ആ മത്സ്യം ഭക്ഷിച്ചതുകൊണ്ട് ആ മത്സ്യത്തിൻ്റെ വയറ്റിലായി. 2 കുട്ടികളുണ്ടായി, ഒരു ആണും ഒരു പെണ്ണും. അതിൽ ആണിനെയും പെണ്ണിനെയും കൊണ്ട് അദ്ദേഹം രാജാവിനെ ഏൽപ്പിച്ചു. ആ രാജാവിനെ തന്നെ. ആ രാജാവ് പെൺകുട്ടിയെ തിരിച്ചു കൊടുത്തിട്ട് ആൺകുട്ടിയെ അയാൾ വളർത്തി, അയാൾ വലിയവനായിട്ട് മാറി. ഈ പെൺകുട്ടിയെ എടുത്ത് വളർത്തി മുക്കുവനാണ്. അപ്പോഴും മുക്കുവൻ്റെ ബ്ലഡ് ഒരിക്കലും ഇവരില്ല എന്ന് മനസ്സിലാക്കണം. സത്യവതി എന്ന് പേരിട്ടു. അങ്ങനെ പിന്നെ കാളി എന്ന് അന്ന് പേരിട്ടത്. കാളി എന്ന് പേരിടാൻ കാരണം അവൾ കറുപ്പ് നിറമായിരുന്നു ചില ഗ്രന്ഥങ്ങൾ പറയുന്നു. കറുപ്പായതുകൊണ്ട് കാളിന്തിക്കും ആ പേരിന് കാരണം കാളിന്തി പർവ്വതം മാത്രമല്ല, കാളിന്തിയുടെ ആ നിറവും അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ അവിടെ നിന്നിങ്ങനെ ആ കഥ പറയുന്നത് മുതൽ അവിടെ വരുന്ന ഓരോ കഥാപാത്രങ്ങളെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വ്യാസൻ പറയുന്നത് ഈ മാനസികാവസ്ഥയാണ്. ഞാനത് പറയാൻ കാരണം
കംസൻ്റെ മാനസികാവസ്ഥ എന്താണ്? കംസൻ മനസ്സിലാക്കി കഴിഞ്ഞു തനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ? എങ്ങനെ വന്നാലും ഭഗവാൻ ആരെ കൊന്നാലും അവർക്കൊക്കെ മോക്ഷം കൊടുത്തിട്ടുള്ള പാരമ്പര്യമാണ് എന്ന് കംസൻ നന്നായിട്ടറിയാം. കംസനെ വിഷ്ണു കൊന്നാലും അദ്ദേഹത്തിന് സ്വർഗം പോകാൻ സാധിക്കും, വിഷ്ണുവിൻ്റെ കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ. എന്നാൽ പിന്നെ ഇവിടെ കിടന്ന് അറിയിക്കുന്ന ഭേഗം എത്രയും പെട്ടെന്ന് ആ മോക്ഷം ലഭിക്കുന്നതല്ലേ നല്ലത് എന്ന് കരുതി എത്രയും പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് മരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് കംസനെ നമ്മൾ ഇന്ന് കൊണ്ടെത്തിക്കുന്നത്. ഇത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഇന്നത്തെ ശ്ലോകങ്ങൾ കേൾക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ഈ കുട്ടി ഇങ്ങനെ പെൺകുട്ടി ഉണ്ടായി എന്ന് ഭടന്മാർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാരവശ്യം കാണണമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ കംസൻ്റെ രൂപം ഒന്ന് വിഷ്വലൈസ് ചെയ്യണമെന്ന്. ദേവകി പ്രസവിച്ചു എന്ന വാർത്ത കേട്ടു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് പട്ടാളക്കാർ കാള പ്രസവിച്ചു എന്ന് പറഞ്ഞ് കയറെടുക്കുന്നത് പോലെ ഓടിച്ചെന്ന് പറഞ്ഞു, ദേവകി പ്രസവിച്ചിട്ടുണ്ട് അവിടെ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി കംസൻ വന്നു. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അവിടെ എടുത്തു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രൂപമൊന്ന് മുഴുവൻ വ്യക്തമാക്കാൻ ഭാഗവതത്തിൽ കുറേ കൂടി ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും അദ്ദേഹത്തിൻ്റെ ആ വിയർപ്പും വിറയലും അദ്ദേഹത്തിനുണ്ടായ ഭാവപ്രകർച്ച മുഴുവനും ഭാഗവതത്തിൽ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപം എന്ന് പറഞ്ഞ തലയൊക്കെ പിന്നെ എങ്ങനെ പ്രശാന്തിട്ട് ഒന്നും ചെയ്യാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അങ്ങനെ അദ്ദേഹം ഓടിക്കതച്ച് തൻ്റെ വാളുമായിട്ട് വരുന്നു. അനന്തരം എന്ത് സംഭവിക്കുന്നു എന്ന് ഇന്നത്തെ ശ്ലോകത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ നോക്കാം. ഇയാൾ വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ്. എന്താണ് പ്രവചനം? 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കുമെന്നാണ്. പക്ഷെ പുത്രിയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷൻ മുഴുവനും. ഇനി ആ പറഞ്ഞ അശരീരി വേറെ വല്ല പൊട്ടന്മാരും വല്ല പ്രാന്തന്മാരും വിളിച്ച് പറഞ്ഞതാണോ? അശരീരി ആയതുകൊണ്ട് ശരിയാകണമെന്നുണ്ടോ? പിന്നെ നാരദൻ എന്തിനാ പറഞ്ഞത്? ആത്മസംഘർഷത്തിൻ്റെ ചടുലമായ ചുഴികളിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മനസ്സ് കൊടുങ്കാറ്റിലകപ്പെട്ട വള്ളത്തെ പോലെ ആടിയുലയുകയാണ്. ഇങ്ങനെ വികാര നൗകയുമായി ആ പാട്ട് കേൾക്കുക. അതിൽ ആടിയുലയുന്ന രംഗം വർണ്ണിക്കുന്നുണ്ട്. ആടിയുലഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ ആന്തോളനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് ഹാംലെറ്റ് ചോദിച്ച പോലെ. അച്ഛനെ പറ്റിച്ച് അച്ഛനെ കൊന്ന് അച്ഛൻ്റെ ചേട്ടനെ കൊന്നും സഹോദരനെ കൊന്നും ഭാര്യമാരെ മോഷ്ടിച്ച് ജീവിക്കുന്ന ഹാംലെറ്റിൻ്റെ അമ്മയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്: ടു ബി ഓർ നോട്ട് ടു ബി, ജീവിക്കണമോ മരിക്കണമോ എന്നാണ്. കംസൻ ആ ഒരു നിലപാടിലാണ്. കാരണം ഒരു ഭാഗത്ത് പറഞ്ഞ 8ാമത്തെ പുത്രൻ കൊല്ലുന്നു. കുരുത്തക്കേണ്ട് ജനിച്ചത് ഒരു പെൺകുട്ടി. അപ്പോൾ അത് തെറ്റല്ലേ? പിന്നെ നാരദൻ എന്തിനാണ് പറഞ്ഞത്? ശരിയാണല്ലോ, നാരദർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവുന്നുണ്ടല്ലോ. അപ്പോൾ എന്തിനാണ്? അപ്പോൾ ഹി വാസ് അൺഎബിൾ ടു കം ടു എ കൺക്ലൂഷൻ അബൌട്ട് ഹിസ് ഡിസിഷൻ വാട്ട് ടു ഡു. ഹാംലെറ്റിൻ്റെ അതേ പൊസിഷൻ തന്നെയാണ് ഷേക്സ്പിയർ നാടകങ്ങളിലൊക്കെ നമുക്കിത് കാണാം. ഇവിടെ വരുന്ന ഓരോ സംഭവങ്ങൾക്ക് ഞാൻ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ ഉദ്ധരിച്ചാൽ ആ നാടകം പഠിപ്പിക്കുന്ന സമയം ഉണ്ടാവുള്ളൂ. അപ്പം ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സ് വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞ യു ഷുഡ് ബി അറ്റ്ലീസ്റ്റ് സിമ്പത്തറ്റിക് ടു കംസൻ ഓൺ എ മിനിമം റേഞ്ച്. കംസനോട് ഒരു മിനിമം റേഞ്ചിലെങ്കിലും നമുക്ക് സിമ്പതി ഉണ്ടാവണം. ബിക്കോസ് ഹി ഹാസ് ബിൻ പുട്ട് ഇൻ ദാറ്റ് പൊസിഷൻ ബൈ സംബഡി എൽസ്. വേറെ ആരും അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയിൽ ഉണ്ടാകും. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുവെങ്കിൽ അത് മുഴുവൻ എൻ്റെ കുറ്റമല്ല. ബിക്കോസ് യു പുട്ട് മീ ഇൻ ദാറ്റ് പൊസിഷൻ. കാരണം എൻ്റെ മനസ്സിൽ കയറി നോക്കാൻ പറ്റില്ലല്ലോ എന്താണ് എൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നത്, എൻ്റെ മുറിവിൻ്റെ ആഴം എന്താണ്. അതറിയാതെയാണ് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഇയാൾ ഈ കുരങ്ങൻ നമ്മളെ ദിവസം ചീത്ത പറയാണ്.
ഞങ്ങളില്ല, ക്ലാസ് പോണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിവരക്കേടാണ്. കംസൻ്റെ മാനസികാവസ്ഥ നോക്കണം. ഒരിടത്ത് ആൺകുട്ടി വധിക്കുന്നു പറയുന്നു. അതിനു മുമ്പ് അദ്ദേഹം വധിക്കുന്നുണ്ട്. ഭാഗവത്തിൽ വേറൊരിടത്ത് പറയുന്നുണ്ട്, താൻ ഇത്രയും നാളും ഈ 6 കുട്ടികളെ കൊന്നല്ലോ, അതൊരു വലിയ കഷ്ടമായി പോയി എന്ന് കൂടെ അദ്ദേഹം ഇതിനിടയ്ക്ക് ഓർക്കുമായിരുന്നു. ഈ 6 കുട്ടികളെ കൊല്ലുമ്പോഴും അത് തുറന്ന് ഇതിൻ്റെ അവസാന ഭാഗം ദേവിയുടെയും വസുദേവരുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ച് സമസ്താപരാധങ്ങളും ക്ഷമിക്കണമെന്ന് അവരോട് പറഞ്ഞ് കരയുന്നൊരു രംഗം ഇന്ന് നമ്മൾ അവിടെ എത്തിയാൽ കാണും. അപ്പം കംസൻ അത്ര ചീത്തയാണെന്ന് പറയരുത്. കംസൻ മാനുഷിക മൂല്യങ്ങളെ നിഷേധിക്കുന്നയാളാണെന്ന് പറയരുത്. സ്നേഹത്തിൻ്റെയോ സാഹോദര്യത്തിൻ്റെയോ വിനയത്തിൻ്റെയോ ദയയുടെയോ ഒരു കണിക പോലും അദ്ദേഹത്തിലില്ല എന്ന് പറയുന്ന ആചാര്യന്മാരോട് ഞാൻ ഇതൊന്ന് ആലോചിക്കാൻ പറയുകയാണ്. അതിനകത്ത് നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ ഫാക്റ്റാണ്, ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന ഫാക്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ കംസൻ്റെ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഏതൊരാളും എന്തും ചെയ്യും. ഏതായാലും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ധ്രുവം കപടശാലിനോ മധുകരസ്യമായാഭവേ. ഇയാൾ ഈ പെൺകുട്ടിയെ ഒന്നങ്ങ് നോക്കി, പെണ്ണിങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ പെണ്ണിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? അങ്ങനെ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 8ാമത്തെ കുട്ടി കംസനെ കൊല്ലുമെന്ന് പറയും, ദേവിയെ കൊല്ലാൻ കംസൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കുട്ടികളെ വേണ്ടാന്ന് തീരുമാനിക്കായിരുന്നില്ലേ? ചോദിച്ചോളൂ. എന്തേ? ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഒരാൾ ഒരു സന്യാസം എന്ന് പറയുന്നത് വിശ്വാസമുള്ള ആളാണ് ഞാൻ. പറയാണ് തൻ്റെ എല്ലാ കുട്ടികളും ചത്തുപോകും, അല്ലെങ്കിൽ തൻ്റെ കുട്ടികളൊക്കെ തന്നെ തല്ലിക്കൊല്ലും. അപ്പം എന്താ ഏറ്റവും നല്ലത്? ആ പണിക്ക് പോകണ്ട, കുട്ടികളെ ഉണ്ടാവേണ്ടെന്ന് വെച്ചാൽ പോരെ. ദേവിക്കും വസ്തു ഒരു കഥ ചെയ്യാമായിരുന്നില്ലേ? ഒരുപക്ഷെ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ മനസാക്ഷികൾ ചോദിക്കുന്നുണ്ടാവും. അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിയോഗമാണ്, നീതിയാണ്. ആ നീതി പറയുന്നത് ചെയ്തേ പറ്റും. അതുകൊണ്ടാണല്ലോ നാരായണീയം ഇഷ്ടമല്ല എങ്കിലും ഞാൻ നിങ്ങളെ ഇത് അടിച്ചേൽപ്പിക്കുന്നത്. കാരണം നീതിയാണ്, ദൈവമാണ് പറയുന്നതിനോട് പറഞ്ഞു കൊടുക്കുക. അവർക്കെന്ന് അറിവില്ലാത്തവരാണ്, അജ്ഞാനികളാണ് അവർ. പണവും പ്രതാപവും മാത്രമേ ഉള്ളൂ, ജ്ഞാനമില്ല. ജ്ഞാനത്തിൻ്റെ വെളിച്ചം നീ അവർക്ക് കൊടുക്കുക, കുറേ നാൾ ശരിയായിക്കൊള്ളുന്ന